കഴിഞ്ഞാടി വായങ്ങാട് ഇപ്പൊ തുടങ്ങുന്നതൊക്കെ. ഓ വന്നേണൊന്നും ഒരുങ്ങാനും സമ്മതിക്കൂല മനുഷ്യനാ. അമ്മു നീ ഹെയർ ബാൻഡ് വെച്ചാ? നോക്കിയേ നല്ലാണോ? പുതിയതാണ്. നല്ലാണല്ലോ. എന്നിട്ട് വള്ളി ചേച്ചി പറഞ്ഞു കൊള്ളൂല ഞാൻ എടുത്തിട്ട് ഇരുണ്ടിരിക്കണെന്ന്. ആ വള്ളി ചേച്ചി അപ്പൊ തന്നെ ഒന്ന് വാരം വെച്ചാ ഒരു പേര് പോലെ തന്നെയുള്ള വള്ളിയാണല്ലോ. എന്റെ പൊന്നെ പ്രായമായ സ്ത്രീനെ ഇങ്ങനെ കുറ്റം പറയല്ലേട്ടാ. അവരതുകൊണ്ടൊന്നും പറഞ്ഞൊന്നും അല്ല. കണ്ട് പൊന്നിനെ നോക്കണി എന്റെ ചക്കരയാണ് കണ്ട. ഒരച്ഛനും മോളും വന്നേ അല്ലെങ്കിൽ തന്നെ എനിക്ക് എവിടെ നിന്ന് നല്ലത് കിട്ടാനാണ് ആ തമിഴന്റെ അടുത്ത് നല്ല എടുക്കണത്. ഇനി ഞാൻ ആ തമിഴന്റെ അടുത്ത് എടുക്കൂല നോക്കിക്കോ. നിന്നോട് ആര് പറഞ്ഞു തമിഴിന്റെ എടുക്കാനായിട്ട്? ഞാൻ പറഞ്ഞ കടയിൽ പോയി എടുക്കാൻ നിങ്ങൾ കാശ് തരുമോ? ഇല്ലല്ല. ആഴ്ചയിൽ ഞാൻ നുള്ളിപ്പറക്കി ഉണ്ടാക്കണ എടുത്തിട്ട് ഞാൻ സാരി മേടിക്കും. നീ നുള്ളിപ്പറക്കണ പിന്നെ ലാസ്റ്റ് വരുന്നത് ആരാണ്? അതും തല്ലു പിടിക്കല്ലേ ഏട്ടാ. ഇന്നും വെഡിങ് ആനിവേഴ്സറി ആണ്. ഞാനൊന്നും പറഞ്ഞില്ല. നീ എല്ലാം തുടങ്ങിയത് സാരി എന്റെ മോളില്. പിന്നെ എനിക്ക് എന്താ മേടിച്ചതെന്ന്? എന്താണ് വേണ്ടത് എനിക്ക്? സിനിമ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞല്ല. സിനിമ കാണിച്ചത് അന്നല്ല. മൾട്ടിപ്ലസ്. എന്താണ് മൾട്ടിപ്ലസ്? അല്ല മൾട്ടിപ്ലക്സ്. ശീതളേട്ടാ വള്ളി ചേച്ചി പറയണ കേക്കണം. എന്തൊക്കെയാണ് അവിടെ? അതായത് ഭയങ്കര വലിയ തിയേറ്റർ ആണ്. ഈ ഭയങ്കര തണുപ്പ് ഇവിടെ ഉണ്ടല്ലോ. 90 രൂപ ആ തിയേറ്ററിന്റെ കാര്യം എന്നോട് മുണ്ടരുത് കേട്ടാ. പൊട്ട തിയേറ്റർ. പൊട്ട തിയേറ്റർ. അപ്പൊ ഈ കഴിഞ്ഞ വർഷം വരെ കണ്ട എവിടുന്നാണ്? കഴിഞ്ഞ വർഷം വരെ കൊറേ കണ്ട്. എലിയും പാറ്റയും സാധനങ്ങളാണ് കേട്ടോ. നിങ്ങൾ പെണ്ണുങ്ങൾ ഒരു സാധനം കാട് വന്നു കഴിയുമ്പോ അതിനെ തള്ളല്ല. അവിടെ കിടന്ന് സിനിമ കാണാൻ പറ്റുവാ? സിനിമ കിടന്ന് കാണുന്നതിന് ഇരുന്നല്ലേ കാണുന്നത് ഇത്രയും കാലമായിട്ട് ആളുകൾ. കിടന്ന് കണ്ടാൽ എന്താണ്? കാണണ എത്രയാണ് കാശ് അവിടെ? 120 രൂപ ഉള്ളൂ. അത്രേ ഉള്ള? 120 ആണല്ലേ? എന്താണ് അത് ഇത്ര കൂടുതലാണോ? എടി 30 രൂപ കൂടുതലാണോ? 90 രൂപയാണ് അവിടെ ബാൽക്കണിയിൽ ഇരിക്കാനായിട്ട്. ഈ 120 രൂപയുടെ അവിടുത്തെ ഏറ്റവും താഴെയുള്ള. ഒന്ന് നിന്നണ്ടേ. നിങ്ങൾ ഈ 30 രൂപയുടെ കണക്ക് പറയുന്നുണ്ടല്ലോ. അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? നല്ല ഒന്നാം തരം ബാത്റൂമാണ്. ആ കക്കൂസെ പോകാൻ വേണ്ടിയാണ് അത്ര വലിയ കാശും കൊടുത്ത് പോണത്. പറയണേണ് നിന്റെ ഈ ഭ്രാന്ത് കണ്ടിട്ട്. വള്ളി ചേച്ചി പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയണത്. വള്ളി ചേച്ചിക്ക് നേരത്തെ വേറൊരു പണിയില്ലാണ്ട് അവിടെ പോയിരിക്കണം. എനിക്ക് എന്ത് മേടിച്ചു പറ. നിനക്ക് എന്താണ് വേണ്ടത് പറയാടി. നിങ്ങ പറ. എന്താണ് നമ്മ സാധാരണ ചെയ്യാറ്? സിനിമ കാണും. പിന്നെ എനിക്കൊരു മസാല ദോശ പിടിച്ചു. മസാല ദോശ തീറ്റി ഞാൻ നിർത്തി. മസാല ദോശ വേണ്ടേ? എനിക്ക് കുഴിമന്തി വേണം. കുഴിമന്തിയോ? എന്താണ് എടി ആവശ്യമില്ലാത്ത സാധനം വാരി വലിച്ച് കേട്ടണ്ടാട്ടോ. വല്ല കേടും പറ്റും. പിന്നെ അത്രയും പ്രായമുള്ള വള്ളി ചേച്ചിക്ക് തിന്നാകിലാണ് പിന്നെ എനിക്ക്. അവര് ഇന്നലെ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ തിന്നണ്ടാ വന്നത്. അപ്പൊ അതാണ് അതിങ്ങൊക്കെ വയറിളക്കം ഒന്നും പറഞ്ഞ് രാവിലെ ഇവിടെ ഇഞ്ചി മേടിക്കാൻ വന്നിട്ടുണ്ടായി. നീ അലക്കാൻ നിൽക്കണ നേരത്ത് മേടിച്ചു തരാൻ പറ്റില്ലെങ്കിൽ ആ കാര്യം പറഞ്ഞാൽ മതി. നല്ലൊരു ദിവസമായിട്ട് ഒരു കാര്യം പറയട്ടാ. 500 രൂപ എന്റെ ഉള്ളത്. ഈ എത്രയാണ്? 120. 240. പിന്നെ 260 രൂപ കിട്ടുവാടി. അത് കുഴിമന്തിക്ക് അത്രയും പൈസ 100 രൂപ കൊടുത്താ മതി. പറഞ്ഞാണ് പോകാന്നാ. നോക്കണ കാര്യത്തില് ഭയങ്കര ശ്രദ്ധയാണ്. അയ്യോ എന്താണ്? ബാഗ് എടുത്തില്ല. നീ ആദ്യം അത് ശ്രദ്ധിക്കും. ടിക്കറ്റ് കിട്ടുവാന്നോ? വേഗം ഓട്ടെ. ഇതടക്കണ്ടേത്.